ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഇപ്പം 4:30 ആയിട്ടോ. 4:45 ഉണ്ടാവും. 4:50. അപ്പോൾ എല്ലാവർക്കും ഓഫീസൊക്കെ വിടാനായി, സ്കൂളൊക്കെ വിട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ. നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വന്നില്ല. പിന്നെ ഗുഡ് നൈറ്റ് വീഡിയോയിൽ വരാൻ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നേട്ടല്ലാത്തതിനെ കൊണ്ട് ഇവിടെ എല്ലാവരും കിടക്കാനൊക്കെ വരും. സ്വർണ്ണേച്ചും മക്കൾസും എല്ലാവരും ഉണ്ടാവും. ഇവിടെ എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കഥ പറഞ്ഞാലോ. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. എല്ലാവരും നോൽമ്പെടുത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ നോൽമ്പെടുത്ത് നമ്മൾ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. ചപ്പാത്തിയും കടല കറിയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് അതൊക്കെ കഴിച്ചു. പിന്നെ ഏട്ടൻ്റെ മോള് കുറച്ച് പുഴുക്കം ഉണ്ട് തന്നിക്കണം. അതവിടെ ഉണ്ട്. പുഴുക്കൊന്നും നോക്കാനൊന്നും ഒരു മനസ്സില്ല. അല്ലെങ്കിൽ പുഴുക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് എന്നെ ഉണ്ടാക്കും ചെയ്യും, ഞാൻ എല്ലാവർക്കും കൊടുക്കും ചെയ്യും. ഇന്ന് അതിനൊന്നുള്ളൊരു സന്തോഷമൊന്നുമില്ല. കത്തിനൊരു എനർജി വേണം. കത്ത് തന്നെ ഞാൻ പിന്നെ ഇനി ഇവിടെ നിന്നോ സ്റ്റോപ്പായി പോകണ്ട വിചാരിച്ചിട്ട് കഥ പറയാൻ വന്നതാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ വൈകുന്നേരത്തെ കൂപ്പുകൈ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. എല്ലാവരും ഒന്നും വലിച്ചു നിട്ടില്ല. നമ്മൾ കഥയിലേക്ക് അങ്ങോട്ട് കിടക്കാൻ പോകാൻ. നമ്മളെ സാബുമ്മ കത്തയച്ച് പിന്നെ ശാലിനിക്ക് അങ്ങനെ പിന്നെ കത്തയച്ചിട്ട് അന്ന് തന്നെ കിട്ടൂലല്ലോ, കുറച്ച് ദിവസമൊക്കെ കഴിയണ്ടേ. അവിടുന്ന് 3-4 ദിവസം കഴിഞ്ഞ് ഒരു വ്യാഴാഴ്ച രാത്രി അച്ഛൻ പറയാം, ഈ ഞായറാഴ്ച കാർത്തികൻ്റെ വീട്ടിലേക്ക് പോകണം. നമുക്ക് അടുത്ത വീട്ടിലും കുറച്ച് കുഞ്ഞി കുടുംബത്തിലും ഒക്കെ പറയാം. ഇനിയൊരു പിന്നെ നിശ്ചയമെന്ന് പറഞ്ഞ മാതിരിയൊന്നും വേണ്ട. നമുക്ക് പിന്നെ കല്യാണം ഉറപ്പിക്കുക. ഡേറ്റൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉറപ്പിക്കാം. പെട്ടെന്ന് കല്യാണം വേണമെന്നുള്ള ഒരിടത്ത് പറയാം. അങ്ങനെ നിശ്ചയമൊന്നും വേണ്ട. അവിടെ ആരാ ഉള്ളത്? ഒരു അമ്മയും അച്ഛനും ആങ്ങളമാരൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. ഇനി വല്ലാതെ ചിലവുകളൊന്നും ഉണ്ടാക്കി വെക്കണ്ട എന്നൊക്കെ നമ്മൾ അവസരം പറഞ്ഞു. അപ്പോൾ എല്ലാവരും വീട്ടുകാരൊക്കെ നല്ല ഹാപ്പിയാണ്. അങ്ങനെ നല്ലൊരു ദിവസമൊക്കെ കാണണം. പിന്നെ പണിക്കാരടുത്ത് പോയിട്ട് എന്ന് പറയും, നമ്മളെ ഉഷമോളെ എവിടെയും പോവില്ല, ഒരു സ്ഥലത്തും പോവില്ല. അപ്പം നമുക്ക് വസടം പറയും, ഞാൻ തന്നെ കടയിൽ നിന്ന് പോയിക്കൊണ്ട് എന്ന് പറയും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ശാലിനി വെള്ളിയാഴ്ച സ്കൂളിൽ ചെന്നതും കാർത്തികൻ്റെ അടുത്ത് പറയും, കാർത്തിക എൻ്റെ വീട്ടിലേക്ക് ഈ ഞായറാഴ്ച വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയുടെ ഈ ഞായറാഴ്ച വരുന്നു. അപ്പോൾ ഞാൻ ഇത്ര കാര്യമാക്കിയില്ല. പറഞ്ഞാൽ കാര്യമായിട്ടും നിശ്ചയമൊന്നും വേണ്ടാന്ന് അച്ഛൻ പറയുന്നത്. അച്ഛൻ ഡേറ്റൊക്കെ ഒന്ന് പിന്നെ നോക്കണം. പിന്നെ എൻ്റെ വീട്ടിലുള്ളൊരു അടുത്ത് വന്ന് സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായത്തിനും കൂടിയിട്ട് ഡേറ്റ് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കണ്ട ഒരു ഡേറ്റൊക്കെ പിന്നെ പണിക്കരുടെ അടുത്ത് പോയി നോക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് കല്യാണമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ, എടീ പെട്ടെന്നൊക്കെ കല്യാണം പറഞ്ഞാൽ എന്താണ്, എനിക്ക് സ്വർണ്ണമൊക്കെ വാങ്ങാൻ പൈസ വേണ്ടേ? അപ്പോൾ സ്വർണ്ണമൊന്നും വേണ്ടടി, എന്നെ ഒരു തങ്കാന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞേക്കണത്. അവിടെ സ്വർണ്ണമൊന്നും ഉണ്ട്, അനക്കൊരു സ്വർണ്ണത്തിൻ്റെ താലി ഞങ്ങൾ കിട്ടും, അത് മതി അണക്ക് എന്നൊക്കെ പറയിച്ചാൽ അണക്കത് പറയുക. ആൾക്കാരുടെ ഇടയിലൊക്കെ മോശം ആർക്കറിയാം. നമ്മളെ അമ്മയ്ക്കും അച്ഛനും പാപ്പടനൊക്കെ ഒരു മോശത്തിലായിപ്പോൾ, ഞാനൊരു ചെയിനെങ്കിലും ഇടാണ്ട് വന്നാലെന്നൊക്കെ പറയും. അതിനുള്ള സമയമൊക്കെ കൊടുക്കുകയായിരിക്കടി എന്നൊക്കെ പറയും. അങ്ങനെ അവർ നല്ല ഹാപ്പി കാര്യമൊക്കെ ആയി നല്ല സന്തോഷത്തിലായിട്ടോ. അങ്ങനെ വില്ലേച്ചൻ്റെ എന്നല്ലേ ഇവളടുത്ത് ഇത് പറഞ്ഞത്. അങ്ങനെ ഇവള് പിന്നെ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയും, അമ്മ അങ്ങനെ ആര് വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം കുടുംബങ്ങളോട് പറയണമെങ്കിൽ ആരോടും പറയണമെങ്കിൽ പറഞ്ഞേക്കാണ്. അവർ ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ, പിന്നെ ഒരു നിശ്ചയമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ഓളെ അമ്മ പറയോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ മോളെ, എന്താ കൊടുക്കുക? അയ്യോ ശാലിനോട് ചോദിക്കാനും പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷമല്ലേ വരുന്നത്. അപ്പോൾ ശാലിനോട് ചോദിച്ചാൽ മതിയെന്നില്ല, ഒരു ഡേറ്റൊക്കെ കണ്ടിട്ടാണ് വരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇറച്ചിയും ഇതൊക്കെ കൊടുക്കേണ്ട മോളേന്ന് പറയും. അങ്ങനെ അച്ഛൻ പറയും ഓരോ പാപ്പൻ്റെ വീട്ടിൽ പോയി പറയും. പിന്നെ അടുത്ത 2-3 പേരയിലൊക്കെ പോയി പറയും, അങ്ങനെ മോളെ കല്യാണം തീരുമാനിക്കുക, അവർ വരുന്നുണ്ട്. ഇങ്ങനെ കുറേ പെണ്ണൊക്കെ ചോദിച്ചിട്ട് പാപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, അയാളാനി എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താടാ ചെയ്യാൻ പറ്റും, ഉച്ചയ്ക്ക് ശേഷമല്ലേ ഏട്ടാ വരുന്നത്, നമുക്ക് എൻ്റെ ബ്രെഡും ചിക്കൻ കറിയൊക്കെ കൊടുക്കുക, പിന്നെ വന്നുവിടുമ്പോൾ നമുക്ക് ചായയും പലഹാരവും കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങനെയൊക്കെ റെഡിയായി. അങ്ങനെ വീണേട്ടൻ പോയി, അല്ല വീണേട്ടനല്ല വാസേട്ടൻ പണിക്കാരുടെ അടുത്തൊക്കെ പോയി. അപ്പോൾ പറയും ഈ മാസം ലാസ്റ്റ് ആവാനായി, ഈ മാസം ഉണ്ട്, അടുത്ത മാസത്തിൻ്റെ അടുത്ത മാസം. അങ്ങനെ ഡേറ്റൊക്കെ കണ്ട് അങ്ങനെ
24, 25 അങ്ങനെ ഒരു 3-4 ഡേറ്റൊക്കെ അവർക്ക് കൊടുക്കും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഞായറാഴ്ച അന്ന് അങ്ങോട്ട് പോവാൻ ബാലൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ ബാലനായിരിക്കും ബാലൻ്റെ വീട്ടിൽ നിന്ന് വരിക. അപ്പോൾ വാസേട്ടൻ പറയടാ അച്ഛനും കൂടി കുട്ടിക്കോ ബാലാറി. വേണ്ട, അച്ഛൻ വരണ്ട, ഞാൻ വന്നാൽ മതി, കുറേ ആൾക്കാരൊന്നും പോണ്ടാറ്. അങ്ങനെ സുഗന്ധീൻ്റെ വീട്ടിൽ നിന്ന് ഓരോ അച്ഛനായിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ ഇവിടെ ഗഫൂർക്കാക്കൻ്റെ വീട്ടിൽ നിന്ന് ഗഫൂർക്കാക്കയും പിന്നെ അടുത്തൊരു 4-5 വീട്ടുകാരും. ഇവിടെ ശാലിനിക്ക് പിന്നെ വേറെ കുടുംബങ്ങളൊന്നുമില്ല. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരുമില്ല. അമ്മയൊരു മോളെ ഇനി പിന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ സ്വത്ത് മുതലൊക്കെ കൊണ്ടുവന്ന് വീടൊക്കെ വെച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വാസേട്ടൻ എൻ്റെ ആരുമില്ല, എൻ്റെ ഇപ്പോൾ ഇല്ല. വാസേട്ടൻ ആരുമില്ല ഇതിൽ, അതൊന്നും പറഞ്ഞില്ല. അങ്ങനെ കുടുംബങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവരൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു 10-12 ആൾക്കാർ പോയി അങ്ങോട്ടേക്ക്. അങ്ങനെ വിവാഹത്തിനുള്ള ഡേറ്റ് 3-4 പറഞ്ഞ് അതിൽ കാർത്തികൻ്റെ പാപ്പ ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റ് എടുക്കാമെന്ന് പറയും. അങ്ങനെ അതിലൊരു ഡേറ്റ് 2 മാസം ഈ മാസം ലാസ്റ്റ് കഴിഞ്ഞ് അടുത്ത മാസം ഫസ്റ്റായിട്ട് ഒരു 9-ാം തീയതിക്ക് 8-9 കല്യാണം അങ്ങ് തീരുമാനിച്ച്. അങ്ങനെ അവർ ചെന്ന പഠന ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടായി, ലഡും ജിലേബിയും കായ വറുത്തതും അലുവിയും ഒക്കെ ഉണ്ടായിന്. നല്ല പാൽച്ചായയും കുടിച്ച് അതെല്ലാം കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ അവർ ബ്രെഡും ഇറച്ചിക്കറിയൊക്കെ കൊടുത്ത്. അന്നൊക്കെ എന്തേ വിശേഷമുണ്ട് പ്രധാനമായിട്ടുണ്ടാവാം. നമ്മൾ ബിരിയാണി ഒന്നല്ല, ബ്രെഡും ഇറച്ചിക്കറിയൊക്കെയാട്ടോ ഉണ്ടാവുക. അതെല്ലാം കഴിച്ച് അങ്ങനെ ഇവർ പോരാൻ നേരത്ത് കാർത്തിക എന്ത് ചെയ്യും, വേണു വന്നിട്ടുണ്ടാവും അവരെ കൂട്ടത്തിൽ. ബാബു വന്നിട്ടുണ്ടാവില്ല കേട്ടോ. പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഒന്നും ഒരു നടത്തിയില്ല. അങ്ങനെ വന്ന് പിന്നെ അവിടെ വന്ന് ചോറൊക്കെ തിന്നു പോയതൊന്നും അച്ഛനും അമ്മയൊന്നും അറിയില്ല. അങ്ങനെ എന്താ പറയുക, കുറച്ച് ചിക്കൻ കറിയും ഒക്കെ ഒരു പാത്രത്തിലാക്കി വേറെ ഒരു കവർ വേണുണ്ടായി കൊടുക്കും. അവളെ ഫ്രണ്ടിന് കൊടുത്താൽ ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്താക്കി, പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊടുത്താക്കി, അങ്ങനെ കൊടുത്തയക്കുന്നില്ല കേട്ടോ. അവളെ ഫ്രണ്ടിന് കൊടുത്തയച്ചതാട്ടോ. അറിയാം എല്ലാവരും പോയി കഴിഞ്ഞാൽ വേണു ഒന്ന് അവിടെ വെക്കണേ, ഒരു പോട്ടേന്ന് പറയും, ഇരത്തിയമ്മേന്ന് പറയും. അങ്ങനെ പോകാൻ നേരത്ത് ഓരെല്ലാവരും പോയി കഴിഞ്ഞാൽ വേണു അവിടെ വെക്കുമ്പോൾ അച്ഛനിക്ക് എന്താ വരില്ല, ഞാൻ വേറെ ഇടത്തിമ്മ എന്തോ പറയാണ്ട് നിൽക്കണം. അവർ ഞങ്ങളെല്ലാവരും പോരുക, അവനെ ഇടത്തിമ്മ എന്തോ പറയാണ്ടെന്ന് നിൽക്കണത്, ആ വന്നോളൂ എന്ന് പറയും. അവർക്ക് അങ്ങോട്ട് നടന്നു പോയാൽ മതിയില്ല. അപ്പോൾ അവൾ വലിയൊരു ടിപ്പിംഗ് പാത്രത്തിൽ ബാക്കി കറി ഒക്കെ ആക്കിയിട്ട് കുറച്ചിട്ട് പറയാം. രാത്രി പോകുമ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്, ബ്രെഡ് ഇവിടെ ഉണ്ടാക്കണം, വേണ്ട ഇടത്തിമ്മ ഞാൻ പീടിയിൽ നിന്ന് എടുത്തോണ്ടെന്ന് പറയും. അങ്ങനെ കൊടുക്കും. അങ്ങനെ അവളൊരു സഞ്ചിയിലിട്ട് കൊടുത്ത് അങ്ങനെ അവൻ സൈക്കിളിലേക്ക് വന്നിട്ടുണ്ടാവും. ആ സൈക്കിൾ മേലെ അതൊക്കെ വെച്ച് ആ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ശനിയാഴ്ച അല്ല ഞായറാഴ്ചയാണല്ലോ ഇത് പരിപാടി നടന്നത്. അങ്ങനെ ഞായറാഴ്ച അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഇവരെല്ലാവരും കൂടി ഇവിടെ വന്നാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡേറ്റൊക്കെ ഉറപ്പിച്ച്. അപ്പം നമ്മളെ പാപ്പുമോന് ഭയങ്കര സന്തോഷമായിട്ടോ. പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം, ഇനിയിപ്പോൾ ഒരു മാസം ഫുള്ള്, ഇത് മാസം ലാസ്റ്റായി, ഒരു മാസം ഫുള്ള് ഉണ്ടെന്ന് പറയാം വേണേട്ടനൊക്കെ അല്ല വാസേട്ടനൊക്കെ പറയും. അപ്പം ഡ്രസ്സ് എടുക്കാൻ പോകണം, അതൊക്കെ ശാലിനി പറഞ്ഞിട്ടുണ്ടാവാം. ഡ്രസ്സ് എടുക്കാൻ പോകണം, ചെയിൻ എടുക്കണം. അപ്പോൾ വാസേട്ടൻ പറയും നമുക്ക് പീടികയിൽ വന്ന് എന്നും ചിട്ടി പിരിച്ചു കൊണ്ടുപോകും, ഓരോരുത്തുനിന്ന് അത് മേടിക്കുക. അപ്പോൾ അവളെ പറയും നമ്മളെ ഉഷാറ് ഒരു റൂമും കൂടി എടുക്കണം വാസേട്ടാ, ഈ വീടിനോട് ചേർന്നിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്താൽ മതി, എന്നിട്ട് അങ്ങോട്ട് ചെറിയൊരു റൂം എടുക്കാം. എൻ്റെ മോനെ കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാണ്ട് പോവുക. ആയിരിക്കും നമ്മൾ വേണുവരൊക്കെ ഒപ്പരല്ലേ. ആ ശരിയാണ്, അത് ചെയ്യാം എന്നൊക്കെ പറയും. അങ്ങനെ അവർ കുറച്ച് ചിമ്മിണിക്കട്ടയൊക്കെ അടുപ്പിച്ച് അവിടേക്ക് ഒരു റൂമൊക്കെ എടുക്കാനുള്ള പ്ലാനൊക്കെ അന്ന് രാത്രി തന്നെ തീരുമാനിച്ച്. പിന്നെ തലയിച്ചതിനൊക്കെ വാങ്ങണം ഒക്കെ പറഞ്ഞൊക്കെ അതെടുത്തിട്ട് വാങ്ങാനറിയും. പിന്നെ ഡെയിലി ചിട്ടിയുണ്ട്, അത് ഒരിടത്ത് തരാൻ പറയാമെന്നൊക്കെ പറയും. അങ്ങനെ ആ കുഞ്ഞ് ഫാമിലി അങ്ങനെയൊക്കെ തീരുമാനിച്ച് ഇവർ സ്കൂളിൽ ചെന്ന കാർത്തികയ്ക്ക് സന്തോഷം കൊണ്ട് പോയി. അപ്പോൾ ഒരു വീട്ടിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു കുറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടൊക്കെ ഒരു ചെയിനും 2 വളയൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒക്കെ ഓരെല്ലാം കൂടി ഹാപ്പി കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവർ നല്ല സന്തോഷത്തിൽ ചോറൊക്കെ തിന്ന് സ്നേഹിതയും കൂടി ഇനിയിപ്പോൾ കുറച്ചും കൂടിയില്ലേ കാർത്തിക, നമുക്ക് ഒപ്പന വീട്ടിലേക്ക് പോകാമല്ലോ. അതൊക്കെ ഭയങ്കര. അപ്പോൾ കാർത്തിക ഇച്ചിരി കറിയൊക്കെ ചെയ്യും. എന്തിനാ കറിയാണ്, എനിക്ക് സന്തോഷം കൊണ്ടാണ്ട്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഒറ്റക്കും ആയല്ലോ എന്നുള്ള സങ്കടം എനിക്ക് അതുകൊണ്ട്. എന്നാൽ ഈ കല്യാണം കഴിക്കണ്ട, ഈ വീട്ടിൽ തന്നെ കുത്തിരിക്കണമെന്ന് അറിയിച്ചാലേ അത് പിന്നെ എന്തായാലും പറ്റൂലല്ലോ എന്നൊക്കെ പറയും. ഈ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞ് എൻ്റെ ഏട്ടനും വലിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകരുത്, എൻ്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണെന്ന്, എൻ്റെ സ്വഭാവം മാറട്ടോ എന്ന് പറയും. ഒന്നുമില്ലേടി ശാലിനി, എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള, വീട്ടിൻ്റെ അടുത്തൊന്നും ആളുകളും ഇല്ല, അതൊക്കെ ഒരു സങ്കടമാണ്. അവർക്ക് നല്ല ആരോഗ്യമുള്ള അച്ഛനും അമ്മയ്ക്കും ഇല്ല, ഇപ്പോൾ 10 വയസ്സൊന്നായാലും അവർക്ക് നയിക്കാനൊക്കെ പോകുന്നവരാണ്.
അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ആയി. അങ്ങനെ ശാലിനി പിന്നെ ഇവളും വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വൈ പിന്നെ പറയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അവർ ആടി എല്ലാവർക്കും ഇഷ്ടമായിട്ടോ, എൻ്റെ അമ്മ വെച്ചല്ല, എൻ്റെ പിന്നെ എന്താണ് പാപ്പൻ്റെ ഭാര്യ അമ്മ വെച്ചതാണ് പിന്നെ കറിയൊക്കെ. അവരെ സഹകരണം എനിക്ക് നല്ലതുകൊണ്ട് അവർ അച്ഛൻ്റെ അനിയന്മാരും അനിയൻ്റെ മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ വരും കല്യാണത്തിന്. അവർ എനിക്ക് കുറച്ച് കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലേ, ഞങ്ങൾക്ക് ആരാളുള്ളത്, ഞങ്ങൾ തന്നെ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി കാർത്തിക പറയും. പിന്നെ അത്രയും നല്ലൊരു കുടുംബമല്ലേ നിങ്ങളതെന്നൊക്കെ പറയും. അങ്ങനെ ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പിരിഞ്ഞ് വീട്ടിലെത്തിയാലുണ്ടാവും. പിന്നെ കാർത്തികൻ്റെ വീട്ടിലുണ്ടാവും കുലായിലുണ്ടാവും ഒരു കത്ത് കിടക്കണം. കാർത്തികയ്ക്ക് ആദ്യത്തെ അമ്മ അച്ഛനൊക്കെ പിന്നെ 5:30 ആവത്തെ. വെറുതെ ചെറിയ സ്കൂളല്ലേ, അവർ വേഗം എത്തും. പിന്നെ 4 മണിയാകുമ്പോഴത്തേനും സ്കൂൾ വിടല്ല. അപ്പം 4:10-15 ആകുമ്പോഴത്തേനും ഒരു വീട്ടിലെത്തിന് നോക്കുമ്പോൾ അത് സാബു അയച്ച ലെറ്റർ. അപ്പോൾ എനിക്ക് അയ്യോ എന്താ വെച്ച് നാളെ ആവണ്ട ശാലിനിക്ക് കൊടുക്കാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നല്ല സന്തോഷം കേട്ടോ. ഒക്കെ അവൾ പൊട്ടിച്ച ശാലിനി ഒന്നും പറയുന്നില്ല, എന്നാലും ഇവളത് പൊട്ടിക്കാൻ പാടില്ല. ഞാനും ശാലിനി കൂടി ഒരുമിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു രസമുള്ളതെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ പിറ്റേന്ന് അവരെ ചോറെല്ലാം തിന്ന് രാത്രി ചോറൊക്കെ തിന്നലും പാത്രം കഴുകലും. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞ് പിന്നെ ഞാൻ അവരോട് പൈസ തരാൻ പറഞ്ഞിട്ടുണ്ട്, കുറീൻ്റെ പൈസയൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ചിമ്മിണിക്കട്ടയൊക്കെ അടിക്കുക. അന്ന് കുരുടീസാണ്, അന്ന് ഇപ്പോഴും കുരുടീസ് ഇറങ്ങില്ല, അന്നുണ്ട് കേട്ടോ അതൊക്കെ. അങ്ങനെ കുറച്ച് ഓടും അശീൽപ്പണിക്കാരൊക്കെ ഏൽപ്പിച്ച് നമ്മളെ വേണുവിനൊരു റൂം എടുക്കാം. ബാപ്പുവിന് പിന്നെ ഇതിനോട് തൊട്ടുള്ള നല്ല റൂം തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് പിന്നെ അങ്ങോട്ടേക്ക് ചെറിച്ചിട്ട് ഉണ്ടാക്കല്ലേ. അങ്ങനെ മോറ്റ പറയും ഇനി മുതൽ ഞാൻ അച്ഛൻ്റെ അമ്മൻ്റെയും കൂടിയല്ല, ഞാൻ വീണേട്ടൻ്റെ കൂടിയാണ്. വീണേട്ടൻ പറയും എൻ്റെ അടുത്ത് ഈ കിടക്കേ വേണ്ട, ഈ ഞാൻ തീരെ ശരിയാവില്ല അതൊക്കെ പറയും വരട്ടാ. പറയും പിന്നെ കട്ടിലുണ്ട്, 2 ആത്തും കട്ടിലുണ്ട്, കിടക്കൊക്കെ വാങ്ങണം. പിന്നെ വേണുൻ്റെ റൂമിലേക്ക് ഒരു കട്ടിൽ വാങ്ങണം. അപ്പോൾ അവൻ പറയും എനിക്കൊരു കിടക്കൊക്കെ വേണം അച്ഛനൊക്കെ പറയും. അപ്പോൾ വീഡിയോ ചാഞ്ചാടുണ്ട്. അപ്പോൾ പറയും വീഡിയോ ചാഞ്ചാടുണ്ടോ, മിണ്ടാരുത് നല്ല പിന്നെയും ചാഞ്ചാടണ്ടോ. അപ്പോൾ പറയും എന്നെ അവനും വാങ്ങാം കട്ടിലും കിടക്കൊക്കെ. പിന്നെ അവൻ്റെ കല്യാണം ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ തിരഞ്ഞെടുക്കാൻ നിൽക്കണ്ട അങ്ങനെ. പിന്നെ എന്താ പറഞ്ഞ അവനും ഇനി കല്യാണമായിട്ടൊന്നും വാങ്ങാൻ നിൽക്കണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പം നമ്മളെ മോൾട്ടനാണ് പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ ഞാൻ വേണേരുടെ അടുത്താണ് കിടക്കാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പിന്നെ പിറ്റേന്ന് സ്കൂളിൽ എത്തിയാൽ കാർത്തിക ഉണ്ടാവും അങ്ങനെ അവളെ നോക്കിയിരിക്കുന്നു കേട്ടോ. ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കണുണ്ടാവും. അപ്പോൾ അവളേക്ക് എന്താ അവിടെ നിൽക്കണേ, സ്കൂളിലേക്ക് പോകാണ്ട് നിന്നത്. ഞാൻ എന്നെ നോക്കിക്കേ, എന്താ വിശേഷം ഉണ്ടോ? വിശേഷമുണ്ട്, എന്താ? അവൻ ബുക്ക് തുറന്ന് കത്ത് കെട്ടെ സബൻ്റെ ലെറ്റർ വന്നിക്കണേ. എന്തായിരിക്കും ഇതിൽ, എന്തായിരിക്കും എനിക്കറിയില്ല. വായിച്ചില്ല? ഞാൻ വായിച്ചില്ല. അതൊക്കെ എത്രയും സമയം വായിക്കാനൊക്കെ പറ്റും. അവർ ഞാനെന്തിനും എത്ര ആകാംക്ഷയായിട്ടാണ്. ഷാലിനി എനിക്ക് വന്ന കത്തല്ല, അത് നമ്മൾ പൊട്ടിക്കാൻ പാടുണ്ടോ? അനക്ക് പൊട്ടിക്കായിരുന്നടി. ഞാൻ പൊട്ടിച്ചില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഇവിടുന്ന് വായിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ വൈകുന്നേരം ആവണ്ടേ? അങ്ങനെ അവർ അന്നത്തെ ദിവസം എങ്ങനെയോ തള്ളി നീക്കിട്ടോ. പിന്നെ 4 മണിയായി സ്കൂളിൽ വിട്ട്. അങ്ങനെ രണ്ടും കൂടി കൈ പിടിച്ച് ഓടി നമ്മളെ കൊളക്കാവട്ടവിൽ അവിടേക്ക് പോയാലുണ്ടാവും 2 ആൾക്കാരും അവിടെ നിന്ന് കുളിക്കണം. അവർക്ക് അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ആരുണ്ടല്ല. അപ്പോൾ ആരോ പണിക്കാർ ആണ്. നേരത്തെ പണി കഴിഞ്ഞപ്പോൾ അവിടെ കുളിക്കട്ടെ. അപ്പോൾ ഇവർ പുറം വന്ന് ഇരിക്കും. അറ്റിങ്ങൾക്ക് എന്താ മക്കളെ ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഇരിക്കാന്ന് പറയും. അങ്ങനെ ഇവർ കത്ത് പൊളിച്ച് വായിക്കും. അപ്പോൾ കാർത്തികയ്ക്ക് വായിച്ചു കൊടുക്കാം. പ്രിയമുള്ള ശാലിനിക്ക് പിന്നെ ഞാൻ നിന്നോട് നീ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വന്നാൽ മതിയെന്ന്. ഞാൻ പെട്ടെന്ന് പോകുന്ന പിറ്റേന്ന് പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന ദിവസേന്. അപ്പോൾ അവർ കുറച്ച് സ്ട്രോങ് ആൾക്കാരാണ്. കൊണ്ടുപോയ പൈസ മുഴുവൻ തരില്ല. മാമനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് തന്നെ മാമൻ എന്നെ വിടൽ. ഞാൻ കൊണ്ടുപോയാൽ ആ ലോഡ് കറക്റ്റായിട്ട് പൈസ വാങ്ങിയിട്ടേ പോരലുള്ളൂ. പക്ഷെ എന്താ അറിയില്ല, മാമന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ദുബായിക്ക് പോകണേ പറഞ്ഞപ്പോൾ മാമന് ഇഷ്ടമില്ല. മാമൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഇഷ്ടമില്ലാത്ത മാതിരി പറഞ്ഞ് പിന്നെ പിറ്റേന്ന് ഈ കൊണ്ടുപോകേണ്ട ലോഡ് എന്ന് പറഞ്ഞു കണ്ടിട്ട് ഇനി ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മാമൻ ഇന്നിപ്പോൾ ലോഡായിട്ട് പോയി. ശാലിനി എനിക്കപ്പോൾ എന്തോ ഒരു വിഷമമൊക്കെ. ശാലിനി പറഞ്ഞത് കേട്ടാൽ മതിയേനി, ശാലിനീനെ ഒന്നും കൂടി കണ്ടതിൻ്റെ ശേഷമൊക്കെ വന്നാൽ മതിയേനി. അതൊന്നും കേൾക്കാണ്ട് ഞാൻ ഓടിപ്പിടിച്ച് പാഞ്ഞ് വന്നല്ലേ മാമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മാമ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ എനിക്കൊരു നല്ല വിഷമം. പിന്നെ അല്ലേടി ഒരു കാര്യം ഉണ്ടായി. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിൽക്കണ എനിക്ക് വലിയ താല്പര്യമില്ല. മാമ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാറും. പിന്നെ മാമ ഇപ്പോഴേ ഞാൻ ദുബായി പോവാച്ചിട്ട് എന്നെ മാറ്റി നിർത്തുമ്പോൾ എനിക്ക് അത് ഇഷ്ടമല്ല ശാലിനി. ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ആരും എന്നെ നീക്കി നിർത്തണം, മാറ്റി നിർത്തണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നില്ല. നാട്ടിലേക്ക് വന്നാൽ ഇനിയിപ്പോൾ ഒരു 4-5 മാസമല്ലേ പിന്നെ പോകാൻ. അപ്പോഴേക്കും നമ്മളെ കാര്യങ്ങളൊക്കെ വഷളായി മാറും. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടും.
പിന്നെ അത് ആരെങ്കിലും അറിയും, പിന്നെ എല്ലാം കൂടി പ്രശ്നമാവും. ഞാൻ എവിടെയാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ ഒരു പൂക്ക് പോയി വന്നതിൻ്റെ ശേഷം എൻ്റെ വീട്ടിലെ കറങ്ങാൻ മതി എന്നാണ് എൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും ഇതേമാതിരി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്, മരമില്ലൊക്കെ ആയിട്ട്. അവിടെ എവിടെ ഞാൻ ചോദിക്കും. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയമാതിരി വീടോ ലൈനിലോ താമസിക്കും. ഞാൻ ആ മാമൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കില്ല. മാമ ഇത് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ശാലിനി വേറെ ഒരു പ്രത്യേക കാര്യം ഉണ്ടായി. മാമൻ്റെ മോള് എൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മാമയ്ക്കും അമ്മയ്ക്കും ഒക്കെ അവളെ എന്നെക്കൊണ്ട് കെട്ടിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പെണ്ണിനെ 2 ചീത്ത അറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നിട്ട് വരുന്ന വയ്ക്കില്ല എൻ്റെ വാങ്ങി ഇവിടെ വന്ന് ഞാൻ അണക്ക് ചെയ്താണ്. ഞാൻ ആ കുട്ടീൻ്റെ മുഖത്ത് നോക്കിയില്ല. അല്ലെങ്കിൽ അവൾ അങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും പറയലുമില്ല, എൻ്റെ അടുത്തേക്ക് ഒരു കാര്യത്തിന് വരലുമില്ല. ദുബായ്ക്കാരൻ തന്ന മിഠായി എന്താ തന്നത് അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് അവൾ പിന്നെ അതെന്താ അങ്ങനെ വന്നതെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ മനസ്സിലിരിപ്പ് പറഞ്ഞതാണോ, പെൺകുട്ടികളല്ലേ അറിയാൻ പറ്റില്ല. എന്തായാലും ഇനിയിപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ അവിടെ നിൽക്കില്ല. ആ കണ്ണുകൊണ്ട് ഇനി ആ കുട്ടി എന്നെ കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ അവളൊക്കെ ഞാൻ എൻ്റെ പെങ്ങളായിരിക്കാം കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല. ശാലിനി നോക്കിയേക്കും ഇതുണ്ടാവാം ഓൻ്റെ കുറേ പ്രാരാബ്ദങ്ങളും ഇതൊക്കെ. അപ്പോൾ അവള് പറയും എന്താടി അവന് കാർത്തിക് പെണ്ണ് പറഞ്ഞത്, ഞാനവളെ കൊല്ലൂട്ടോ. എൻ്റെ സാബുവിനെ വേണ്ടാത്ത കണ്ടോണ്ട് നോക്കി ഞാൻ അവളെ വെച്ചിക്കില്ലട്ടോ, ഞാൻ കൊല്ലൂട്ടോ, വേഗം ഇപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോളാം ഞാൻ പറയുന്നത്. അവർ വേണ്ടടി ആ ഒന്നും വേണ്ടടി, ഇത്രയും കാലം അവിടെ നിന്നിട്ട് അങ്ങനെ ഒരു ചീത്തക്കണ്ണുണ്ട്. ആ കുട്ടി നോക്കിയില്ല, ഓനെ നോക്കിയില്ല. പിന്നെ എനിക്ക് എൻ്റെ സാബുവിനെ വിശ്വാസമല്ലേ, എനിക്ക് എൻ്റെ സാബുവിനെ വിശ്വാസമാണ്. എൻ്റെ അടുത്തേക്ക് തന്നെ വീകാൻ എത്രയോ കഷ്ടപ്പെട്ടതാണ് സാബുവിനെ. പിന്നെ സാബു വേറെ ഒരു പെണ്ണിനെ നോക്കൂല, എനിക്ക് ഉറപ്പാണടി. പിന്നെ എന്താ പിന്നെ എരുതിയിൽ ഈ എണ്ണ വയ്ക്കണ പിന്നെ വർത്തമാനമൊന്നും പറയരുത് കേട്ടോ. പിന്നെ ശാലിനി അവൻ ഇനിയിപ്പോൾ ഒരു 4-5 മാസമേ ഉണ്ടാവുള്ളൂ, അത് അവൻ്റെ മാമൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കത്ത് എഴുതാം. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് കത്ത് എന്ത് ചെയ്യുന്നറിയാം, കത്ത് ഈ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കാറ് കാർത്തികനോട്. എന്താ വെച്ചാൽ കുറേ പുന്നാരും കിന്നാരും അല്ലല്ലോ, അവൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെയാണല്ലോ അവൻ പറഞ്ഞത്. ഇപ്പം അത് ഇല്ലൻ്റെയൊക്കെ കണ്ടിട്ട് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 വീട്ടിലേക്ക് പോകാട്ടോ. നമ്മളെ കഥ സൈലൻ്റായിട്ട് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ ലവ് യു. നാളെ കഥയായിട്ട് വരട്ടോ. നാളെ ഞാൻ വരില്ല കേട്ടോ. ഇനി ഇന്നേട്ട് വന്നിട്ട് നമുക്ക് കഥയൊക്കെ പറഞ്ഞാലേ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുള്ളൂ. ആളിന്ന് വിളിച്ചില്ല, ഇനിയിപ്പോൾ രാത്രിയായിരിക്കും വിളിക്കുക. 2 നേരം വിളിക്കലുണ്ട് കേട്ടോ, രാവിലെ വിളിക്കലുണ്ട്, രാത്രി വിളിക്കലുണ്ട്. ഇന്നെന്താ അറിയില്ല, ആൾ ഇന്ന് വിളിച്ചില്ല. ഇന്നലെ മലയൊക്കെ കയറി ഇറങ്ങി പിന്നെ വേറെ എവിടേക്കോ പോകാനെന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നു കേട്ടോ. ഇനി ഇത്രയും നീണ്ടൊരു യാത്രയ്ക്ക് പോകരുത്. ഇനി പിന്നെ നമ്മളെ ജ്യോതിൻ്റെ സുധാസേട്ടനൊക്കെ പോയി വരുന്നവർ 2 ദിവസം കൊണ്ട് ശബരിമലയ്ക്ക് പോയി വരും, അങ്ങനെ പോയാൽ മതി കേട്ടോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് ഇനി അങ്ങനെയൊക്കെ പോവുള്ളൂ ബേബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടാറ്റാ. എൻ്റെ കുട്ടികൾക്ക് സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇന്ന് നമ്മളെ പിന്നെ കണ്ണൻ്റെ ഏകാദശിയായിട്ട് വീട്ടിൽ പുഴുക്കും പിന്നെ എന്താണ് കൂവപ്പൊടി പാലിൽ കാച്ചിയതും ഒക്കെ ഉണ്ടാവും കേട്ടോ. അമ്മ റെഡിയാക്കി വെച്ചിരിക്കുന്നു, പോയി കഴിച്ചോളൂ കേട്ടോ. ടാറ്റാ. നമ്മളിന്ന് അതൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. Love you, Uma.